أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹജ്ജിലെ 39, 40, 41 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന അനുവാദം ലഭിച്ചിരിക്കുന്നു. ലില്ലദീന യുഖാതലൂന യുദ്ധം ചെയ്യപ്പെട്ടവർക്ക്, ബി അന്നഹും ളുലിമു അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ. യുദ്ധം ചെയ്യപ്പെട്ടവർ അഥവാ മറ്റാരോ യുദ്ധം ചെയ്തിട്ടുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ അവർക്ക് അനുവാദം നൽകിയിരിക്കുന്നു. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. തീർച്ചയായും അവരെ സഹായിക്കാൻ അള്ളാഹു ശക്തനാണ്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം. അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ബിഗൈരി ഹഖിൻ. യാതൊരു ന്യായവുമില്ലാതെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ. ഇല്ല അൻ യഖൂലു. അവർ പറയുന്നു എന്നത് മാത്രമാണ് കാരണം. റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന്. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താലാണ് അവർ പുറത്താക്കപ്പെട്ടത്. വലൗലാ ദഫ്ഉല്ലാഹി. അള്ളാഹു തടഞ്ഞിട്ടില്ല എങ്കിൽ, അള്ളാഹു പ്രതിരോധിച്ചിട്ടില്ല എങ്കിൽ, അന്നാസ ബഅദഹും ബിബഅദിൻ. ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട്, അന്നാസ ജനങ്ങളെ, ബഅദഹും ചിലരെ, ബിബഅദിൻ മറ്റു ചിലരെ കൊണ്ട്, ചില ആളുകളെ മറ്റു വിഭാഗം ആളുകളെ കൊണ്ട് അള്ളാഹു തടഞ്ഞിരുന്നില്ല എങ്കിൽ ലഹുദ്ദിമത്. തീർച്ചയായും തകർക്കപ്പെടുമായിരുന്നു. സവാമ്യ. മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വബിയഉൻ. ക്രിസ്തീയ ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. വസലവാത്തുൻ. ജൂത സിനാഗോഗുകളും തകർക്കപ്പെടുമായിരുന്നു. മസാജിദു. പള്ളികളും മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു. യുദ്ക്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. വലയൻസുറൻ അല്ലാഹു. തീർച്ചയായും അള്ളാഹു സഹായിക്കും. മൻ യൻസുറുഹു. ആർ അവനെ സഹായിച്ചുവോ അല്ലെങ്കിൽ അവൻ്റെ ശിയാറുകളെ സഹായിച്ചുവോ അവരെ. ഇന്നല്ലാഹ. തീർച്ചയായും അള്ളാഹു ലഖവിയ്യുൻ. ശക്തനാണ്. അസീസ്. പ്രതാപശാലിയുമാണ്. അല്ലദീന. യാതൊരു കൂട്ടർ. ഈ മക്കന്നാഹും ഫിൽ അർളി. അവർക്ക് അള്ളാഹു
ഭൂമിയിൽ സൗകര്യപ്പെടുത്തി കൊടുത്തുവെങ്കിൽ അഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തും, വാത്തൗ സക്കാത്ത, സക്കാത്ത് കൊടുക്കും, വഅമറൂ ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ പരസ്പരം കൽപ്പിക്കും, വനഹു അനിൽ മുൻകരി, ചീത്ത കാര്യങ്ങളിൽ വിലക്കുകയും ചെയ്യും. വലില്ലാഹി, അള്ളാഹുവിനാകുന്നു ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അഥവാ അവസാന വാക്ക് അള്ളാഹുവിനുള്ളതാകുന്നു. യുദ്ധത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ നിർദ്ദേശമാകുന്നു ഇത്. ഉദിന, ഇതിന് ലഭിച്ചിരിക്കുന്നു, അനുവാദം ലഭിച്ചിരിക്കുന്നു. യുഖാത്തലൂന, യുദ്ധം ചെയ്യപ്പെട്ടവർക്ക്, അഥവാ ആർക്കൊക്കെയാണോ യുദ്ധത്തിൻ്റെ കെടുതി ഉണ്ടായിട്ടുള്ളത് അവർക്ക് അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. എന്തിന്? ഇതുപോലെ തിരിച്ചടിക്കാൻ, അഥവാ അവരോട് അങ്ങോട്ടും യുദ്ധം ചെയ്യാൻ. കാരണം ബി അന്നഹും ദുലിമു, അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാരണം. ആക്രമിക്കപ്പെട്ട ജനതക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അതിനു മുമ്പ് എത്ര കിട്ടിയാലും തിരിച്ചടിക്കേണ്ടതില്ല എന്നതായിരുന്നു നിർദ്ദേശമെന്നർത്ഥം. വൈനല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കേൾപ്പുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, കഴിവുള്ളവനാണ്. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ എണ്ണമോ വണ്ണമോ നോക്കാതെ, അവരുടെ ശക്തി നോക്കാതെ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ, അതേപോലെ തന്നെ ഒരു തെറ്റ് ചെയ്യാത്ത കാരണത്താൽ അവർ ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ട് തിരിച്ചടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവാദം നൽകി. എന്താണ് ഈ ആളുകൾ ചെയ്തത്? എന്താണ് അവരോട് ഇവർ ചെയ്തത്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം വീടുകളിൽ നിന്ന് അവർ പുറന്തള്ളപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ. പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയല്ല. സ്വന്തം ഭവനങ്ങളിൽ നിന്ന് അവരെ പിടിച്ചിറക്കി. എന്തിന്? ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അവന് മാത്രമേ ഞങ്ങൾ വഴിപ്പെടൂ എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ ശത്രുക്കൾ അവരെ പിടിച്ച് പുരയിടത്തുനിന്ന് പുറത്തിറക്കിയ ഇറക്കപ്പെട്ട ആളുകൾ, അവർക്കാണ് അള്ളാഹു യുദ്ധം ചെയ്യാൻ അഥവാ തിരിച്ചടിക്കാനുള്ള അനുവാദം നൽകുന്നത്. ഈ അനുവാദത്തിന് ശേഷമാണ് 100ഓളം യുദ്ധങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് 10 വർഷത്തിനുള്ളിൽ നടന്നത് എന്നുകൂടി നാം ഓർക്കുക. അതുവരെ യുദ്ധം ചെയ്യാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നില്ല. എന്നിട്ട് ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ചില ക്രമങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ, അള്ളാഹു ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗം ആളുകളെ കൊണ്ട് തടുത്തു നിർത്തിയിട്ടില്ല എങ്കിൽ താർത്താരികൾ മുതലിച്ച് ഒരുപാട് അക്രമികളായ ജനവിഭാഗങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ വന്ന് അക്രമം നടത്തിയിട്ട് മുഴുവൻ കൊള്ളയടിച്ച് തിരിച്ചു പോകുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടുത്തു നിർത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നന്മ നിലനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കാലം വരെയാണോ ഈ ലോകം നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ കാലം നിലനിൽക്കാൻ അള്ളാഹു ചില വ്യവസ്ഥ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങൾ ഏതോ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അവ നിർത്താനുള്ള പദ്ധതി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്തെ അള്ളാഹു മറ്റൊരു ഭാഗത്തെ കൊണ്ട് തടുത്ത് നിർത്തുക തന്നെ ചെയ്യും. അത് തടുത്തില്ല എങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പ്രയാസം ഉണ്ടാവുക, ലഹുദ്ദിമത്ത് സ്വവാമ്യ, മഠങ്ങൾ തകർക്കപ്പെടും. സന്യാസി മഠങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന മഠങ്ങൾ, അത് തകർക്കപ്പെടും. അതേപോലെ തന്നെ ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടും. സലവാത്ത്, അതായത് ജൂതന്മാർ ആരാധിക്കുന്ന ജൂതന്മാരുടെ ആരാധനാലയമായ സിനാഗോഗുകളാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അതും തകർക്കപ്പെടും. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ക്രിസ്തീയ ദേവാലയങ്ങളും അതുപോലെ തന്നെ സന്യാസി മഠങ്ങളും
അതുപോലെ തന്നെ ജൂത ദേവാലയങ്ങളും ഒക്കെ തകർക്കപ്പെടും. ഒരു ഭാഗത്തെ അള്ളാഹു മറ്റൊരു ഭാഗത്ത് കൊണ്ട് ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ എക്കാലവും പ്രസക്തമായ ഒരു വാക്യമാകുന്നു ഇത്. അതുപോലെ തന്നെ മസാജിദ് യുദ്ക്കർ ഫീ ഹുസ്മുല്ലാഹി കസീറ, അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന മസ്ജിദുകളും തകർക്കപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുന്നു വലയൻസുറൻ അള്ളാഹു മയ്യൻസുർ, അള്ളാഹുവിനെ ആര് സഹായിച്ചോ, അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. പക്ഷേ അതേസമയം അള്ളാഹുവിൻ്റെ ചിയാറുകളെ, അള്ളാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ, അവയെ ആര് വിലവെച്ചോ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ, അള്ളാഹു ശക്തനാണ്. ആരെ സഹായിക്കാനും എപ്പോൾ സഹായിക്കാനും എങ്ങനെ സഹായിക്കാനും അള്ളാഹു ശക്തനാണ്. അസീസ്, പ്രതാപശാലിയുമാണ് അള്ളാഹു. അള്ളാഹുവിനാണ് എല്ലാ പ്രതാപവും, എല്ലാ മേൽക്കയും അള്ളാഹുവിനാകും. അല്ലദീനയും മക്കന്നാഹു ഫിൽ അർളി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിന് ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഭൂമിയിൽ നാം സ്വാധീനം നൽകുന്നുണ്ട് ഒരു വിഭാഗത്തിന് എങ്കിൽ, അഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തും, വാത്തൗ സക്കാത്ത, സക്കാത്ത് കൊടുക്കും, വാമറു ബിൽ മാറൂഫി, നന്മ കൽപ്പിക്കും, വനഹു അനിൽ മുൻകരി, തിന്മ വിരോധിക്കും. ഇതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ യഥാർത്ഥ രൂപമെന്ന് പറയുന്നത്. ആ സമൂഹത്തിന് ഇവിടെ ആധിപത്യം ലഭ്യമാണ് എങ്കിൽ, യഥാർത്ഥ ആധിപത്യം അനുസരിച്ചുകൊണ്ട് അവർ ജീവിതക്രമം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ, വെറും പേരിലല്ല ആണ് എങ്കിൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും. അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും, നന്മ കൽപ്പിക്കുന്നവരായിരിക്കും, തിന്മ വിരോധിക്കുന്നവരായിരിക്കും. അവസാനം വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം, കാര്യങ്ങളുടെയൊക്കെ അവസാനത്തെ വാക്ക് അത് അള്ളാഹുവിലേക്കായിരിക്കും. പടച്ച തമ്പുരാൻ്റെ വിധിയായിരിക്കും അവസാനം നടക്കുക. അതിനിടയിൽ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരും. എന്നാലും അവസാന വാക്ക്, അവസാനത്തെ കൈ അള്ളാഹുവിൻ്റെതായിരിക്കും എന്നുകൂടി ഇവിടെ അള്ളാഹു ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ വണങ്ങിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ അള്ളാഹുവിൻ്റെ മാത്രം അടിയാറുകളായി ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു ലഭ്യമാക്കട്ടെ. ഹജ്ജ് കർമ്മത്തിനൊക്കെ പുറപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവൻ്റെ പൊരുത്തം നിറഞ്ഞ, നന്മകൾ നിറഞ്ഞ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു കഴിവും ത്വാഖത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.